നമസ്കാരം. അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേ നന്നായി അറിയാം. അറിഞ്ഞൂടാ. എന്നെ പോലുള്ള വിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാട്. ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു. താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസമൊന്നും ഉള്ള ആളല്ല, വിവരമുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാര ചാനലിൽ നടന്ന രസകരമായിട്ടുള്ള ഒരു സംവാദമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. ഒരു സൈഡിൽ ആധുനിക മനുഷ്യനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന മൈത്രേയൻ എന്ന വ്യക്തിയും മറുവശത്ത് ഹാഷ്മിയുമാണ്. സംഗതി ഇത്തവണ ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതിരുകളില്ലാത്ത ലോകം, അതിർത്തികളൊന്നുമില്ലാത്ത രാജ്യം, പട്ടാളമൊന്നും ഇല്ലാത്ത രാജ്യം, എല്ലാവരും ഒരേപോലെ സ്നേഹത്തോടെ ജീവിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ലോകം, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. സംഗതി പറയാനൊക്കെ നല്ല രസമുണ്ട്, കേൾക്കാനും നല്ല രസമുണ്ട്. പക്ഷേ വർത്തമാനകാലത്തോ ഇനി ഭാവിയിലോ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമേ അല്ല, അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 100 മനുഷ്യരുണ്ടെങ്കിൽ 100 പേരും 100 തരക്കാരായിരിക്കും, 100 രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. 100 പേരും ഒരേപോലെ സ്നേഹമുള്ളവരായിരിക്കില്ല, ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കില്ല, ഒരേപോലെ വേവ് ലെന്ത് ഉള്ളവരായിരിക്കില്ല. അതിനാൽ തന്നെ ഇതൊന്നും സാധ്യമല്ല. പോരെങ്കിൽ സാമ്രാജ്യത്വ മോഹമായിട്ട് നടക്കുന്ന രാജ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ മതരാഷ്ട്രവും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു രാജ്യത്തിന് അതിർത്തി ഇല്ലാതെ വരിക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാൾ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, കേരളത്തിൽ പണ്ട് തിരുക്കൊച്ചി എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു, തിരുവിതാംകൂർ എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുള്ള കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ 2 രാജ്യമുണ്ടോ, അതിർത്തിയുണ്ടോ, ഇപ്പോൾ യുദ്ധം ചെയ്യാറുണ്ടോ? അതേപോലെ തന്നെ തമിഴ്നാടും കേരളവുമായിട്ട് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമുണ്ട്, വലിയ തർക്കങ്ങളുമുണ്ട്, പക്ഷേ യുദ്ധം ചെയ്യാറില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം സമർത്ഥിക്കാൻ വരുന്നത്. പക്ഷേ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. ഇതെല്ലാം ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുക്കൊച്ചിയും തിരുവിതാംകൂറും ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്നൊരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു വലിയ രാജ്യം ഇവിടെ നിലവിൽ വന്നു. അതിനൊരു ഭരണകൂടമുണ്ട്, ഭരണഘടനയുണ്ട്, ശക്തമായിട്ടുള്ള സൈന്യമുണ്ട്. അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ കാണുന്ന തമിഴ്നാടും അതേപോലുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനർത്ഥം ഇതിനൊന്നും അതിരില്ലാതെന്നല്ല, ഇതിനെല്ലാം അതിർത്തികളുണ്ട്. ഇവരൊക്കെ പരസ്പരം പോരടിക്കാതെ അല്ലെങ്കിൽ യുദ്ധമൊന്നും ചെയ്യാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഇന്ത്യ എന്ന ശക്തമായ രാജ്യത്തിൻ്റെ ഉള്ളിൽ, ആ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ, ഈ സംവിധാനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളവും തമിഴ്നാടും തമ്മിൽ അടിയുണ്ടാവും. അത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലുണ്ടാവും. കാവേരി നദിക്ക് വേണ്ടിയിട്ട് കർണാടകയായിട്ട് തമിഴ്നാടിന് അടിവെക്കേണ്ടി വരും. അങ്ങനെ പല സംസ്ഥാനങ്ങൾ തമ്മിലും പ്രശ്നം ഉണ്ടാവേണ്ടി വരും. അതൊന്നും ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇതാണ്. ഇനി അദ്ദേഹം അതിൽ തന്നെ പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം. യൂറോ എന്ന ഒറ്റ കറൻസി ആക്കിയില്ലേ, ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആജീവനാന്ത കാലത്തേക്കുള്ളതല്ല, അവസാനം വരെ അല്ല, എപ്പം വേണമെങ്കിലും പഴയ പോലെ ആവാവുന്ന സംഗതി മാത്രമാണത്. അത് ചില രാജ്യങ്ങൾ അവരുടെ അതിർത്തി വലുതാക്കിയിട്ടുണ്ട്, ചില രാജ്യങ്ങൾക്ക് അതിർത്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, നാളെയും നടക്കുന്നുണ്ട്. ഇനി അതൊന്നും ഒരിക്കലും മാറത്തുമില്ല. ഇയാൾ പറയുന്ന പോലെ എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഒരു ലോകം ഒരിക്കലും വരത്തുമില്ല. ഇനി ഈ പറയുന്ന മഹാൻ എവിടെ നിന്നാണ് ഇതൊക്കെ പറയുന്നത്, ചിന്തിക്കുന്നത് എന്ന് നോക്കുക. മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നിട്ടാണ് അയാൾ അത് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഇനി അയാളുടെ സ്വന്തം വീടല്ല എന്ന് പറയുമ്പോഴും ഒരു മതിൽക്കെട്ടില്ലാത്ത, വേലിയില്ലാത്ത ഒരു വീട് അയാൾക്ക് തിരഞ്ഞെടുക്കാൻ മേലായിരുന്നോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ നിന്നിട്ടാണ് ഈ വലിയ വായിൽ ഈ വലിയ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതൊരു കോൺഗ്രസ് നേതാവിൻ്റെ വിവാദമായ ഒരു പ്രസ്താവനയാണ്. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞൊരു പ്രത്യേക രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അത് അയാൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്നു, നിങ്ങളല്ലേ പറഞ്ഞ് അതിര് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഒരു പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്തിനാണ് ഇത് പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് പെട്ടെന്ന് കത്തി, അയാൾ ആ പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ട് കണ്ടം വഴി ഓടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരുപാട് വിശദീകരണമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാര്യ അല്ലെങ്കിൽ പങ്കാളി അവരുടെ അറിവോടുകൂടി തന്നെ അവിഹിതം നടത്താനും മറ്റ് സ്ത്രീകളുടെയൊക്കെ കൂടെ പോകാനുമൊക്കെ വേണ്ടിയിട്ട് ഇത്തരക്കാർ ഇറക്കിയിരിക്കുന്ന ചില അഭ്യാസം മാത്രമാണ് ഈ ആധുനിക ചിന്താഗതി എന്നൊക്കെ പറയുന്ന ഉടായിപ്പ്. അതിനപ്പുറം ഒരു മാങ്ങാത്തൊലിയുമില്ല, ഉള്ളത് പറയാമല്ലോ.